ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ വരെ ഞാൻ പറഞ്ഞ UK ലൈഫിന്റെ ബാക്കി ഞാൻ തുടരാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് UKയിലെ യൂണിവേഴ്സിറ്റി ലൈഫിനെ കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. UKയിലെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ, അതായത് ഡിഗ്രി ലെവലും മാസ്റ്റേഴ്സ് ലെവലും PhD ലെവലും യൂണിവേഴ്സിറ്റിയിലാണ് ഇവിടെ നടത്തപ്പെടുന്നത്. നമ്മുടെ നാട്ടിലെ പോലെയല്ല. നമ്മുടെ നാട്ടിലെ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പല കോഴ്സുകളും ഉണ്ട്. എന്നിരുന്നാലും മറ്റു കോളേജുകളുടെ അഫിലിയേഷൻ യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ കിടക്കുന്നത്. എന്നാൽ ഇവിടെ അതുപോലല്ല. ഇവിടുത്തെ കോളേജുകൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ +1 +2 വിദ്യാഭ്യാസം നടത്തപ്പെടുന്ന ഒരു സ്ഥാപനമാണ്. അതിനെ ഇവിടെ കോളേജ് എന്നാണ് പറയുന്നത്. ഞാൻ കോളേജിലാണ്, അല്ല എൻ്റെ മോൻ കോളേജിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി ഇവിടുത്തെ 12ഉം 13ഉം ക്ലാസ്സിൽ പഠിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ യൂണിവേഴ്സിറ്റിയിലാണ് ഗ്രാജുവേഷനും മാസ്റ്റേഴ്സും PhDയും നടത്തുന്നത്. അപ്പം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യുന്നതിനാണ് യൂണിവേഴ്സിറ്റിയിലെത്തിയത്. യൂണിവേഴ്സിറ്റിയിലെ പഠന സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കധികം ടെൻഷനുള്ള കാര്യങ്ങളല്ല. പക്ഷെ പഠിക്കേണ്ടവർക്ക് നന്നായി പഠിക്കാനുണ്ട്, ഉഴപ്പേണ്ടവർക്ക് നന്നായി ഉഴപ്പവും ചെയ്യാം. നല്ല ലിബറൽ ആയിട്ടാണ് ഇവിടെ പഠനം നടക്കുന്നത്. ആഴ്ചയിൽ 2 ദിവസമേ ക്ലാസ് ഉണ്ടാവുള്ളൂ. അത് ഒരു 3 മണിക്കൂർ നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ അറ്റൻഡൻസ് നിർബന്ധമാണ്. ആ 3 അവേഴ്സ് എന്ന് പറഞ്ഞാൽ 3 അവേഴ്സ് നമ്മൾ ക്ലാസ്സിലുണ്ടാവണം. അവിടെ അറ്റൻഡൻസ് നമ്മൾ നമ്മുടെ ID കാർഡ് സ്വൈപ്പ് ചെയ്ത് ഉള്ളിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ അതിന് പുറത്തിറങ്ങാനായിട്ട് സാധിക്കത്തില്ല. നമ്മുടെ പ്രൊഫസറിന്റെ പെർമിഷൻ എടുത്ത് നമുക്ക് പുറത്തു പോകാം. പുറത്തു പോകുന്നതിനൊന്നും ആരും എതിർപ്പ് പറയില്ല. പക്ഷേ ഒരു മാസ്റ്റേഴ്സ് ലെവലിൽ നിന്നൊക്കെ പഠിക്കുമ്പോൾ, മാസ്റ്റേഴ്സ് ആണെങ്കിലും ഗ്രാജുവേറ്റ് ലെവലിലാണെങ്കിലും പഠിക്കുമ്പോൾ അതിന് ഉത്തരവാദിത്തമുള്ള കുട്ടികളാണ് സാധാരണ പഠിക്കുക. അതുകൊണ്ട് നമ്മൾ കേൾക്കും ഇവിടെ വെസ്റ്റേൺ കൺട്രിയിലൊക്കെ കുട്ടികൾ അധ്യാപകരെ ബഹുമാനമില്ലാതെ സംസാരിക്കുകയും മറ്റുമൊക്കെ ചെയ്യും. അവർക്ക് സ്വാതന്ത്ര്യമാണ്, തോന്നുന്ന പോലെ വരും, തോന്നുന്ന പോലെ പോകും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഞാൻ പഠിക്കുന്ന ഈ കാലഘട്ടത്തില് ഭൂരിഭാഗവും ഇന്റർനാഷണൽ കുട്ടികളാണ്. അതായത് ബ്രിട്ടീഷ് കുട്ടികളെ കാണാനായിട്ട് കഴിയുന്നില്ല. 1-2 കുട്ടികൾ മറ്റേതെങ്കിലും കോഴ്സുകൾക്ക് വരുന്നത് അതിലെ കാണാമെന്നുള്ളതല്ലാതെ ഭൂരിഭാഗവും ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണ്. അവർ അതിൻ്റെതായ ഉത്തരവാദിത്വത്തോടെ ഭയത്തോടെയൊക്കെയാണ് യൂണിവേഴ്സിറ്റിയിൽ വന്ന് ഓരോ ക്ലാസ്സും കൃത്യമായി അറ്റൻഡ് ചെയ്യുകയും അധ്യാപകരാണെങ്കിലും ബ്രിട്ടീഷ് ആയിട്ടുള്ള അധ്യാപകരെ ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. പാകിസ്ഥാൻ അധ്യാപകരും പിന്നെ ഈ പറഞ്ഞതുപോലെ ഇറ്റലി, ജർമ്മൻ എന്നുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള അധ്യാപകരാണ്. അവരിവിടെ വന്ന് പഠിച്ച് സ്റ്റുഡൻ്റായിട്ട് വന്ന് പഠിച്ച് ഇവിടെ അധ്യാപകരായിട്ട് പ്രവേശിച്ച് പഠിപ്പിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയാണ് അധ്യാപകരെ. അതുപോലെ അധ്യാപകരെ നമുക്ക് പേര് വിളിക്കാം. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതായിരിക്കും. നമുക്ക് നമ്മുടെ എത്ര ചെറിയ ഇപ്പോൾ ഒരു ഡിഗ്രിക്ക് അല്ലെങ്കിൽ മാസ്റ്റേഴ്സിന് കയറുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ മാക്സിമം 23, 24, 25 വയസ്സുള്ള കുട്ടികളൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവരൊക്കെ ആണെന്നുണ്ടെങ്കിലും മിസ്റ്റർ അഖില, മിസ്റ്റർ ഷാമിം എന്ന് അവരെ പേര് വിളിച്ചിട്ടാണ് സംശയങ്ങൾ ചോദിക്കുക. അത് കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഒരു അത്ഭുതമാണ്. നമ്മുടെ അധ്യാപകർ എന്ന് പറഞ്ഞാൽ ചെറിയ പ്രായം കുറഞ്ഞവരൊന്നുമല്ല, പ്രായമുള്ള അധ്യാപകരാണ്. എങ്കിലും അവരെ പേരാണ് വിളിക്കുക. അതുപോലെ എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ അടുത്ത് വന്ന്, ചിലപ്പോൾ നമ്മൾ കസേരയിൽ ഇരിക്കുകയാണെങ്കിൽ അവർ നമ്മുടെ അടുത്ത് താഴെ വന്നിരുന്ന് നമ്മുടെ മുഖത്തേക്ക് നോക്കി നമ്മളെ ഇങ്ങനെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. അതായത് അവർക്ക് നമ്മളെ അവരുടെ ഒരു ഗുണഭോക്താവ് എന്ന നിലയിൽ അത്ര നല്ല ബഹുമാനത്തോടെയാണ് നമ്മളെ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ ഹോസ്പിറ്റലുകളിൽ ചെന്നാലും ഡോക്ടർമാരാണെങ്കിലും ആദ്യം നമ്മുടെ അടുത്ത് നിലത്തിരുന്ന് ആ പേഷ്യന്റിനോട് കാര്യങ്ങൾ ചോദിച്ച്, അല്ലാതെ ഡോക്ടറാണ് വലിയ ആള് എന്നുള്ള മട്ടിലല്ല. അവിടെ പേഷ്യന്റിനാണ് പ്രാധാന്യം. അപ്പോൾ പേഷ്യന്റിനെ സേവിക്കാനുള്ള ആളെന്ന നിലയിലാണ് ഡോക്ടർ പ്രവർത്തിക്കുക. അത്രമാത്രം ബഹുമാനത്തോടെയാണ് ഡോക്ടർമാര് ഒരു വ്യക്തിയെ കാണുന്നത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ അതെനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞ ഒരു കാര്യമാണ്. ഞങ്ങളുടെ ഒരു മേഡം
ഇങ്ങനെ ഞങ്ങൾക്ക് പ്രോജക്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഓരോരുത്തരുടെയും പ്രോജക്റ്റുകൾ എന്താണ്, ഏത് വിഷയത്തിലാണ് എടുക്കുന്നത്, അതിന്റെ ടോപ്പിക് എന്താണെന്ന് ചോദിച്ച് ഓരോരുത്തരുടെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുമ്പോൾ ആ മേഡം ഞങ്ങളുടെ അടുത്ത്, ഞങ്ങൾ കസേരയിൽ ഇരിക്കുമ്പോൾ മേഡം താഴെ ഇരിക്കുന്നു. നമുക്ക് എന്തോ ഒരു വല്ലാത്ത ഫീലിംഗ് ആണ്. അപ്പം താഴെ ഇങ്ങനെ നിലത്ത് മുട്ടയിൽ നിൽക്കുന്നത് പോലെ നിന്നുകൊണ്ട് നമ്മളോട് ചോദിക്കും എങ്ങനെയാണ് അത് ചെയ്യുന്നത്, എന്താണ് ടോപ്പിക്ക്, അതെങ്ങനെ ചെയ്യാനാണ് പ്ലാന്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് വളരെ സ്നേഹപൂർവ്വം നമ്മൾക്ക് സംസാരിക്കുകയും മറുപടി പറയുകയൊക്കെ ചെയ്യുന്ന ഒരു അനുഭവമാണ് ഇവിടെ അധ്യാപകരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ ഉഴപ്പുന്ന ആളുകളെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിബാർ ചെയ്യുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെ പഠിച്ച ഒരാളെ യൂണിവേഴ്സിറ്റി, ഇവിടെ എല്ലാം മെയിലുകൾ വഴിയാണ്. ഒറ്റ സെക്കൻഡിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളുടെ വിസ ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്നതായിരിക്കും അടുത്ത മെസ്സേജ് വരിക. അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു വാണിംഗ് തരും. ആ വാണിങ്ങിന് നമുക്ക് കൃത്യമായ റിപ്ലൈ കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അടുത്ത സെക്കൻഡിന് വിസ ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് UKVക്ക് മെസ്സേജ് കൊടുക്കും. UKV അടുത്ത മെയിൽ നമുക്ക് അയക്കും. അതോടെ നമ്മുടെ ലൈഫ് തീർന്നു. അങ്ങനെ ഉള്ള നടപടികളൊക്കെ ഉള്ളതുകൊണ്ട് ഭൂരിഭാഗം കുട്ടികളും വളരെ ബഹുമാനത്തോടെ, സ്നേഹത്തോടെ, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ റെസ്പെക്റ്റോടുകൂടി തന്നെയാണ് യൂണിവേഴ്സിറ്റികളിൽ പെരുമാറുക. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഈ ബ്രിട്ടീഷ് സ്റ്റുഡൻസിന് അവർക്ക് ഇതിന്റെ ആവശ്യമില്ലല്ലോ, വിസയൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് അവർക്ക് അവരുടേതായ ഫ്രീഡം ഉണ്ട്. എല്ലാവർക്കും ഫ്രീഡം ഉണ്ട്, എല്ലാ തലത്തിലും, കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും. അതിനെ നമുക്ക് ബുദ്ധിപരമായി ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം, മിസ്യൂസ് ചെയ്യേണ്ടവർക്ക് മിസ്യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഞങ്ങൾക്ക് 3 ടേമാണ് മാസ്റ്റേഴ്സിലുള്ളത്. ഓരോ ടേമിലും 2 സബ്ജക്റ്റ് വെച്ചേ ഉള്ളൂ. ഓരോ സബ്ജക്റ്റിലും അസൈൻമെന്റുകളാണ് നമ്മൾക്ക് സമർപ്പിക്കാനുള്ളത്. 5000 വാക്കുകൾ എഴുതി നമ്മൾ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ പഠിക്കുന്ന വിഷയത്തിൽ. അപ്പം നമുക്ക് ഓരോ ആഴ്ചയിലും എടുക്കുന്ന ക്ലാസ്സുകൾ ഓരോ കാര്യങ്ങളായിരിക്കും നമ്മൾ പഠിക്കുന്നതിനെ സംബന്ധിച്ചിട്ട്, അതിന്റെ നിയമങ്ങൾ. ഇപ്പോൾ ഏർലി ചൈൽഡ്ഹുഡിനെ സംബന്ധിച്ചാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ യൂണിവേഴ്സിറ്റിയിലെ UKയിലെ അവസ്ഥയും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ അവസ്ഥയും ഒക്കെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ചുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട പോളിസികൾ, അതിന്റെ കരിക്കുലം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിഷയമായിട്ട് വരും. അത് നമ്മൾ വായിച്ച് പഠിച്ച് അതിനെ സംബന്ധിച്ച ഒരു അസൈൻമെന്റ് നമ്മൾ സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അസൈൻമെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈസി ആണല്ലോ എന്നാണ് ആദ്യം വിചാരിക്കുക. നമ്മൾ വെറുതെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ